ഇന്ന് നമ്മുടെ സെക്കൻഡ് സ്കെഡ്യൂളിലെ ഷൂട്ട് ഡേ 13 വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഔട്ട്ഡോർ ആണ് ഷൂട്ട് വരുന്നത്. ഔട്ട്ഡോർ ഷൂട്ട് എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഒരു ബോട്ടിലാണ് മെജോറിറ്റി ടൈമും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മീനാക്ഷി വന്നിട്ടുണ്ട്. അപ്പോൾ മീനാക്ഷിയുടെ കുറേ കത്തിയൊക്കെ കേട്ടിരിക്കുകയാണ്. ഭയങ്കര ശല്യമാണ് കേട്ടോ മീനാക്ഷിനെ കൊണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് കുറച്ച് ലൂസായ കാരണം കോസ്റ്റ്യൂമർ ചേച്ചി നമുക്കത് ഓൾട്രേഷൻ ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ദിലീപേട്ടൻ്റെ സ്ഥിരം സ്ഥായിഭാവമാണത്. തേജസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ ഷൂട്ട് എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമുക്കൊരു പ്രൈവറ്റ് ബോട്ട് നമ്മൾ റെൻറ്റിന് എടുത്തിരിക്കുകയാണ്. ഉച്ച വരെയാണ് നമ്മൾ റെൻറ്റിന് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബോട്ടിൽ ഇത്രയും സമയം ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് ടൈം നമ്മൾ രാവിലെ ഒരു 7 മണി 8:30 9 മണി മുതൽ വൈകുന്നേരമല്ല ഉച്ചയ്ക്ക് ഒരു 12:30 1:30 ടൈം വരെ നമ്മൾ ബോട്ടിൽ തന്നെയായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കോസ്റ്റ്യൂം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സംസ്കൃതി ബൈ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ്. അജ്രക്കിൻ്റെയാണ് ഈ ഒരു ചുരിദാർ വരുന്നത്. ഇതിൻ്റെ തന്നെ സെയിം ഒരു ബ്ലാക്ക് പാറ്റേൺ ഞാൻ ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ക്യാമറമാൻ വരുന്നത്. നമുക്ക് ആക്ച്വലി 2 ക്യാമറയുണ്ട് കേട്ടോ. 2 ക്യാമറ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തമിഴാണ്. ഇവരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങോ പോകോ എന്നൊക്കെയുള്ള രീതിക്ക് തമിഴ് ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിനെ ചേസ് ചെയ്യുന്ന സീനാണ് ഇരിക്കുന്നത്. അപ്പോൾ മീനാക്ഷി എനിക്ക് എടുത്തുന്ന വീഡിയോ ആണിത്. കരയിൽ കൂടെ ഞാൻ ആ ബോട്ട് പോകുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേസ് ചെയ്ത് പിടിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ സീക്വൻസ് ആണ് എടുക്കുന്നത്. ആ ഒരു സീനിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ എവിടെ നോക്കിയാലും താറാകൂട്ടങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തേജസ്സും ഞാനും തമ്മിലുള്ള സീൻ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീനാക്ഷി ആയിട്ടുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കെ രാജീവ് പോലെയുള്ള ഡയറക്ടറിൻ്റെ ഒരു നായികയാവാന്ന് പറയുന്നത്. ഞാൻ അതിൽ ഭയങ്കര ബ്ലെസ്ഡാണ്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ കെ രാജീവ് സാറിൻ്റെ നായികയാണ് എന്നുള്ളൊരു സംഭവം. ഇതിപ്പോൾ സെക്കൻഡ് സ്കെഡ്യൂളായി. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും കംഫർട്ടബിൾ ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ട് കാരണം എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ സമ്മതിക്കൊന്നുമില്ല. കാരണം എൻ്റെ അടുത്തൊക്കെ പല ഡയറക്ടറും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നീ ഡയറക്റ്റ് ചെയ്തോ ഞാൻ ഇവിടെ വന്ന് ഇരിക്കാം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ബാഡായിട്ടുള്ള എക്സ്പീരിയൻസും ഭയങ്കര ഇൻസൾട്ടിങ് ഒക്കെ നല്ല രീതിക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിലോ സാറിൻ്റെ അടുത്ത് നമുക്കത് പറയാൻ പറ്റും കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ അറിയുന്നുണ്ടായിരിക്കില്ല ഈ ഒരു സംഭവം സാർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസ് തരുന്ന ഒരാളാണ് എന്നുള്ളൊരു ആർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. കാരണം എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത്. ഒരു 6 മണി ആയപ്പോഴേക്കും എൻ്റെ ഷൂട്ട് കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഷിഫ്റ്റ് ആയിരുന്നു. MLA വീടായിട്ട് കാണിക്കുന്ന ഒരു ലൊക്കേഷനാണ് വരുന്നത്. അവിടെ പോയപ്പോൾ അവിടെ നിറയെ മാങ്ങകളും ഒരുപാട് ആൾക്കാർ അത് കഴിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മാങ്ങയോടുള്ള പ്രണയം. അതുകൊണ്ട് ദിലീപേട്ടൻ മാങ്ങ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇറന്ന് വാങ്ങിക്കുന്നത് കണ്ട് അവിടുത്തെ ആൻറ്റി എനിക്ക് ഒരു കവറ് മാംഗോ തന്നു. അന്നത്തെ ദിവസത്തെ എൻ്റെ ഡിന്നർ മാംഗോ ആയിരുന്നു. നല്ല ആൻറ്റി കേട്ടോ. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും മാംഗോസ് ഒന്നും പൊട്ടിക്കാൻ സമ്മതിക്കാറില്ല. പക്ഷേ കുട്ടനാട്ടുകാർ അടിപൊളി.